ശ്രീ നാഗാർജുൻ രചിച്ച അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അകാൽ ഔർ ഉസ്കെ ബാദ്. എന്താണ് അകാൽ? ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിൽ ഒരുപാട് കാലത്തേക്ക് ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആ നാട്ടിലെ പക്ഷിമൃഗാദികൾക്കോ ആർക്കും തന്നെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയെയാണ് അകാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കവിതയിൽ ക്ഷാമകാലത്തെ ജനങ്ങൾ അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതോടൊപ്പം തന്നെ ക്ഷാമകാലത്തിനു ശേഷം ആ സമൂഹത്തിലെ ജനങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ വർണ്ണനയുമാണ് ഈ കവിതയിൽ നാഗാർജുൻ പ്രതിപാദിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് നാഗാർജുനെക്കുറിച്ച് മനസ്സിലാക്കാം. 1911 ജൂൺ 30 ബീഹാറിലാണ് ശ്രീ നാഗാർജുൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം 1998 നവംബർ 5 आप हिंदी के प्रगतिशील साहित्यकार हैं. ഹിന്ദിയിലെ പ്രഗതിശീൽ സാഹിത്യകാരനായിരുന്നു ശ്രീ നാഗാർജുൻ. आपने हिंदी के अलावा मैथिली, സംസ്കൃത് और ബംഗള में भी രചനായും की है. അദ്ദേഹം ഹിന്ദിയിൽ മാത്രമല്ല മൈഥിലി, സംസ്കൃത്, ബംഗള തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ലോകജീവൻ, പ്രകൃതി और സമകാലീന രാജനീതി आपकी രചനാओं के മുഖ്യ വിഷയ രഹേ ഹൈ. അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു ലോകജീവൻ, പ്രകൃതി, സമകാലീന രാജനീതി മുതലായവ. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ് യുഗധാര, പ്യാസി പഥരായി ആംഖേം, സതരംഗി പംഖോം വാലി, താലാബ് കി മഛലിയാം. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ കാവ്യകൃതികൾ. ആദ്യമായി നമുക്ക് നാഗാർജുൻ്റെ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയൊന്ന് വായിച്ചു നോക്കാം. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया, सोई उसके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उठी घर भर की आंखें कई दिनों के बाद. कौवे ने घुजलाई पांखें कई दिनों के बाद. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया, सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. ഇനി നമുക്ക് ഓരോ വരികളുടെയായി ആശയം മനസ്സിലാക്കാം. കൈ ദിനോം തക് ചൂൽഹ രോയ, ചക്കി രഹി ഉദാസ്. ഈ കവിതയുടെ ആദ്യ 4 വരികളിലും കൊടുത്തിട്ടുള്ള ഭാഗമാണ് കൈ ദിനോം തക് എന്നുള്ളത്. കുറേ ദിവസങ്ങളായി എന്നർത്ഥം. ഇവിടെ കുറേ ദിവസങ്ങളായി ചൂൽഹ രോയ, ചൂൽഹ അടുപ്പ്, ചൂൽഹ രോയ അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി വളരെ ദുഃഖിതയുമാണ്. ചക്കി എന്ന് വെച്ചാൽ ആട്ടുകല്ല്. എന്താണ് ഇവിടെ ആട്ടുകല്ല് ദുഃഖിതയാണ്, അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം? ഇവിടെ ധാന്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ആട്ടുകല്ലിലിട്ട് അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ട്
അരയ്ക്കാനോ പൊടിക്കാനോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ ചക്കി വളരെയധികം ദുഃഖിതയാണ്. എന്തെങ്കിലും ധാന്യങ്ങൾ ഉണ്ടാക്കിയാലല്ലേ അടുപ്പിൽ വെച്ച് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കൂ. ധാന്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ അടുപ്പിൽ വെച്ച് ഒന്നും തന്നെ പാകം ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ അടുപ്പും അത്രയും ദുഃഖിതയാണ്, ആ അടുപ്പും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കവി സൂചിപ്പിച്ചിട്ടുള്ളത്. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കൈ ദിനോം തക്ക് കുറേ ദിവസങ്ങളായി, കാനി കുത്തിയ, കുത്തിയ പട്ടി, കാനി കുത്തിയ ഒറ്റക്കണ്ണനായ പട്ടി, സോയി ഉൻകെ പാസ് ഇവയ്ക്കരിയിലാണ് വന്ന് കിടന്നുറങ്ങിയിരുന്നത്. അരയ്ക്കാനോ പൊടിക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾ അരക്കല്ലിനടുത്തേക്ക് ചെല്ലും, ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പിനടുത്തേക്ക് പോകും. എന്നാൽ ഇവിടെ അരയ്ക്കാനോ പൊടിക്കാനോ ഒന്നുമില്ലാത്തതിനാൽ ആരും അരക്കല്ലിനടുത്ത് പോകാറില്ല. ഭക്ഷണം പാകം ചെയ്യാനൊന്നുമില്ലാത്തതിനാൽ ആരും അടുപ്പിനടുത്തേക്കും പോകാറില്ല. അപ്പോൾ ഇവിടെ ഒറ്റക്കണ്ണനായ പട്ടി യാതൊരു ശല്യവുമില്ലാത്ത സ്ഥലങ്ങളായ അരക്കല്ലിനടുത്തും അടുപ്പിനടുത്തും വന്നു കിടക്കും. ഒരുപക്ഷെ പണ്ട് ഈ അടുപ്പിനടുത്ത് നിന്ന് ഈ ഒറ്റക്കണ്ണനായ പട്ടിക്ക് ഭക്ഷണങ്ങൾ ലഭിച്ചിട്ടുണ്ടായേക്കാം. ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം ഈ ഒരു പട്ടി അടുപ്പിനടുത്ത് വന്ന് കിടക്കുന്നത്. കൈ ദിനോം തക്ക് ലഗി ഭീത് പർ ഛിപ്കലിയോം കി ഗസ്ത്. കുറേ ദിവസങ്ങളായി ഭീത് പർ ഭിത്തിയിൽ, ഛിപ്കലിയോം കി ഗസ്ത്, ഛിപ്കലി പല്ലി അല്ലെങ്കിൽ ഗൗളി എന്നൊക്കെ പറയാം, പല്ലികളുടെ ഗസ്ത് കറങ്ങി നടത്തം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. പല്ലികൾ കറങ്ങി നടക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ല. എന്താ കാരണം? ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിലുള്ളവർക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം ദുരിതത്തിലാണ് വീട്ടിലുള്ളവർ. പിന്നെ എങ്ങനെയാണ് എണ്ണയൊഴിച്ച വിളക്കും ബൾബും ആ വീട്ടിലുള്ളവർക്ക് കത്തിക്കാൻ പറ്റുക? വെളിച്ചമില്ലാത്ത കാരണം പാറ്റകൾ വരില്ല. അതുകൊണ്ട് പല്ലികളും പട്ടിണിയിലാണ്. കൈ ദിനോം തക്ക് ചൂഹോം കി ഭി ഹാലത്ത് രഹി ശികസ്ത്. കുറേ ദിവസങ്ങളായി ചൂഹോം കി ഭി ഹാലത്ത്, എലികളുടെ അവസ്ഥയും രഹി ശികസ്ത്, പരാജയം തന്നെയാണ്. ആൾതാമസമോ ഭക്ഷണമോ ഇല്ലാത്തതിനാൽ വീട്ടിലെ താമസക്കാരായ എലികളുടെ അവസ്ഥയും പരാജയമാണ്. ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ആ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ എലികളുടെ കാര്യവും പരാജയത്തിൽ തന്നെ. ഈ 4 വരികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ക്ഷാമം ആ പ്രദേശത്തെ എത്രമാത്രം ബാധിച്ചു എന്നുള്ളതാണ്. മനുഷ്യനെ മാത്രമല്ല, പട്ടികളെയും പല്ലികളെയും എലികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജന്തുജീവജാലങ്ങളെയും ബാധിച്ചു എന്നുള്ളതാണ്. ക്ഷാമകാലം കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലെ ഓരോ വീടുകളിലുമുണ്ടായ സന്തോഷകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയുള്ള 4 വരികളിൽ പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठीं घर भर की आंखें कई दिनों के बाद, कौवे ने घुजलाई पांखें कई दिनों के बाद. ഈ 4 വരികളുടെയും അവസാനം കൊടുത്തിട്ടുള്ള വാക്ക് കൈ ദിനോം കെ ബാദ് എന്നുള്ളതാണ്. കുറേ ദിവസങ്ങൾക്കു ശേഷം, അതായത് ക്ഷാമകാലം കഴിഞ്ഞു, അതിനുശേഷം എന്തു സംഭവിച്ചു എന്നുള്ളതാണ് ഈ 4 വരികളിലായി കവി സൂചിപ്പിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. दाने आए घर के अंदर कई दिनों के बाद,
കൈ ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, ദാനേ ആയേ ഘർ കെ അന്തർ, ഘർ കെ അന്തർ വീട്ടിനകത്തേക്ക്, ദാനേ ആയേ ധാന്യങ്ങൾ വരാൻ തുടങ്ങി. അവരുടെ ക്ഷാമകാലം തീർന്നു എന്നർത്ഥം. ധുവാം ഉഠ ആംഗൻ കെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, ധുവാം ഉഠ പുക ഉയരാൻ തുടങ്ങി, ഘർ കെ ഊപ്പർ വീടിന് മുകളിലേക്ക്, ആംഗൻ കെ ഊപ്പർ വീടിൻ്റെ മുറ്റത്തിന് മുകളിലേക്ക് ആ അടുപ്പിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി കുറേ ദിവസങ്ങൾക്കു ശേഷം. ഇവിടെ ധാന്യങ്ങളെല്ലാം വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ വീണ്ടും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അടുപ്പിൽ നിന്ന് ഉയർന്നു പൊന്തിയ പുക വീടിന് മുകളിലേക്ക് കടന്ന് മുറ്റത്തിന് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ചമക് ഉഠി ഘർ ഭർ കി ആംഖേം കൈ ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്കു ശേഷം, ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ, ചമക്നെ ലഗേ തിളങ്ങാൻ തുടങ്ങി. ഇത്രയും കാലം ഭക്ഷണമില്ലാത്ത അവരുടെ കണ്ണുകൾ വാടി തളർന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴത് മാറി. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. കൗവേനെ ഖുജലായി പാങ്കേം കൈ ദിനോം കെ ബാദ്, കൗവേനെ കാക്കകൾ തങ്ങളുടെ പാങ്കേം അല്ലെങ്കിൽ പങ്ക് ചിറക്, ഖുജലാനെ ലഗേ ചൊറിയാൻ തുടങ്ങി. വീട്ടിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് എറിയുമ്പോഴാണ് അത് കൊത്തിയെടുക്കാൻ കാക്കകൾ വരുന്നത്. അത് കൊത്തിയെടുക്കാനും വേഗത്തിൽ പറന്നു പോകാനും ആ കാക്കകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സാരം. നാഗാർജുൻ രചിച്ച അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ ആദ്യ 4 വരികളിൽ ക്ഷാമകാലത്തെ വർണ്ണനയും തുടർന്നുള്ള 4 വരികളിൽ ക്ഷാമത്തിനു ശേഷമുള്ള നല്ല കാലത്തെയുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യർ പട്ടിണിയിലാണ്, അതുകൊണ്ട് തന്നെ മൃഗങ്ങളും പട്ടിണിയിലാണ്. ഒറ്റക്കണ്ണനായ പട്ടിയുടെയും പല്ലിയുടെയും എലിയുടെയും ഉദാഹരണത്തിലൂടെയാണ് കവി ഈ ആശയം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ വർക്ക്ഷീറ്റുകളിലേക്ക് കടക്കാം. ഇവിടെ 2 വരി കവിത തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. കൈ ദിനോം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുതിയ സോയി ഉൻകെ പാസ്. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ചൂൽഹ കരയുന്നു, ചക്കി ദുഃഖിതയാണ്. എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. गरीबों के घरों में दाने नहीं थे, इसलिए उनके घरों में चूल्हा नहीं जलता है. जब चूल्हा नहीं जलता है तब चूल्हा रोता हुआ सा लगता है. जब चूल्हा जलता है तब हंसता हुआ सा लगता है. उनके घर की चक्की उदास है क्योंकि घर में पीसने के लिए कुछ भी नहीं है. दाने पीसते समय ചക്കി में മുസ്കുരാഹട്ട് ആത്തി ഹെ. ഈ വരികളിലെ മലയാള ആശയം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്ഷാമം കാരണം വീട്ടിൽ ധാന്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ വീടുകളിൽ വളരെ നാളുകളോളം അടുപ്പ് കത്തിയിരുന്നില്ല. അടുപ്പ് കത്താത്തപ്പോൾ അത് കരയുന്നത് പോലെയും അതിൽ തീ കത്തുമ്പോൾ ചിരിക്കുന്നത് പോലെയും തോന്നും. ആട്ടുകല്ലിനും സങ്കടമായിരുന്നു. കാരണം
പൊടിക്കാനായി വീട്ടിൽ ധാന്യങ്ങളില്ലായിരുന്നു. ധാന്യം പൊടിക്കുമ്പോൾ ആട്ടുകല്ലും ചിരിച്ചിരുന്നു. അടുത്ത ഒരു വർക്ക് നോക്കൂ. കൈ ദിനോം തക് ലഗി ഭീത് പർ छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये पंक्तियाँ किस हालत की ओर इशारा करती है? ഈ രണ്ട് വരികൾ ഏത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഉത്തരം നോക്കാം. भूख से तड़पती छिपकलियां दीवार पर टहलते रहते हैं. आमतौर पर कीड़े रोशनी के पास आते हैं. उन कीड़ों को छिपकलियां खाती हैं. जिस घर में खाने के लिए दाने भी नहीं है, वहाँ तेल और दिए कैसे होंगे? अकाल के कारण घर में कुछ भी नहीं है. चूहों की हालत भी बुरी थी. अकाल के कारण कहीं भी अन्न नहीं था. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ഈ രണ്ട് വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം. कई दिनों के अकाल के बाद घर के भीतर दाने आए, तब चूल्हा जलाया गया और चिमनी से धुआं उठने लगा. कई दिनों के बाद छप्पर के ऊपर धुआं उठा. इसी प्रकार चूल्हा जलाना और धुआं ऊपर उठना खुशी का संकेत है. അടുത്ത ചോദ്യം. कवि ने अकाल का चित्रण किस प्रकार किया है? ചർച്ച करें. കവി ക്ഷാമകാലത്തിൻ്റെ ചിത്രം എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? ക്ഷാമകാലത്തെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം ബിംബങ്ങളാണ്, എന്തെല്ലാം സൂചനകളാണ് കവി ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഉത്തരം. चूल्हे का रोना, चक्की का उदास होना, भीत पर छिपकलियों की गश्त, शिकस्त हालत वाले चूहे. അടുത്ത ചോദ്യം. कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है? കവി ക്ഷാമകാലത്തിന് ശേഷമുള്ള അവസ്ഥയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ഉത്തരം. घर के अंदर दाने का आना, आंगन के ऊपर धुआं उठना, घर भर की आंखों का चमक उठना, कौवे के पंखों का घुजलाना. ഇനി നമുക്ക് അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന ഈ കവിതയുടെ പ്രാസംഗികതയെക്കുറിച്ച് ഒരു ടിപ്പണി തയ്യാറാക്കണം. അതായത് സാന്ദർഭികതയ്ക്കനുസരിച്ചുള്ള ഒരു ടിപ്പണിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. हिंदी के प्रसिद्ध कवि नागार्जुन की एक छोटी कविता है अकाल और उसके बाद. इसमें अकाल की परेशानियां और फिर आने वाली खुशियों का चित्रण है. अकाल के दिन कई दिनों तक चूल्हा रोया था क्योंकि घर में दाना नहीं था. चूल्हा बिना जलाए पड़ा था. चक्की भी उदास थी क्योंकि चक्की में पीसने के लिए दाना नहीं था. चूल्हा और चक्की के पास लेटकर कानी कुतिया सोती है. चूल्हा जलने और खाना मिलने की प्रतीक्षा में वह हम लेटती थी. छिपकली दीवार से इधर उधर चलती थी. उनका खाना दिए के आसपास मंडराने वाले कीड़े थे. घर में दिया न जलाने के कारण उनको भी खाना नहीं मिलता था. चूहे भी शिकस्त हालत में थे. अकाल के कारण खेतों में भी खाना नहीं था. फिर
अकाल के बाद खुशी आई, घर में दाने आए, घर के ऊपर धुआं उठा, खाना बनाने की खुशी में सबकी आंखें चमक उठी। कई दिनों के बाद कौवे ने अपने पंख खुजलाने लगे। अकाल के बाद सबके मन में खुशी आई। कवि बिंबों और प्रतीकों से सजाकर यह कविता लिखी है। इसकी प्रासंगिकता सर्वकालिक है, क्योंकि सुख और दुख मानव जीवन रूपी सिक्के के दो पहलू है। ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയുള്ള വീഡിയോകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.